കൂടുതലും ഒരു ഫെയറി ടെയിൽ അല്ലെങ്കിൽ ഒരു നാടോടി കഥ, ഒരു ഫാൻറ്റസി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എലിമെൻറ്റ്സ് കോർത്തിണക്കി പ്രത്യേകതയുള്ള കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകൾ, കുറേ ഫോറിനേഴ്സ്. പിന്നെ ഈ മലൈക്കോട്ട വാലിബൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് എനിക്കും അറിയില്ല. ഞാൻ ആ സിനിമ വന്നപ്പോൾ എന്നെ അതിൻ്റെ ഒരു ഭാഗമാക്കി അവർ മാറ്റിയെടുത്തു. അവരുടെ കൂടെ സഞ്ചരിക്കാനും അറിഞ്ഞോ അറിയാതെ ഒരു ഗുരു എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സ് ഗുരു എന്നായിട്ട് വേണമെങ്കിൽ വിചാരിക്കാവുന്ന ഒരാളാണ് ത്യാഗരാജൻ മാഷ്. കാര്യം ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറ്റുന്ന ഒരാളാണ്. അയാൾക്ക് വേണമെങ്കിൽ ആകാശത്തൂടെ പറക്കാം, അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പിന്നെ താഴെ കൂടെ സഞ്ചരിക്കാം എന്നൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു സിനിമയാണ്. ഇതിലെ ഫൈറ്റ്സും പ്രത്യേകതകളുള്ളതാണ്. അത് ചെയ്തിരിക്കുന്നത് പിന്നെ വിക്രം മൂറ എന്ന് പറയുന്നൊരു മാസ്റ്ററാണ്. അദ്ദേഹം കന്നഡ സിനിമയിലാണ്, KGF അങ്ങനെ വലിയ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പണ്ട് ചെയ്ത സിനിമകളുടെ ഒരു എന്താണ് സ്പിൽ ഓവറായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഒരുപക്ഷെ അന്ന് തമ്പി കണ്ണന്താനം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഭരതേട്ടൻ്റെ സിനിമ ചെയ്യുമായിരുന്നു. ആ കാലങ്ങളിൽ ഞാൻ പത്മരാജൻ്റെ സിനിമ ചെയ്യുമ്പോൾ ഞാൻ ശശികുമാർ സാറിൻ്റെ സിനിമ ചെയ്യുമായിരുന്നു, അല്ലേ? അരവിന്ദേട്ടൻ്റെ പടങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ വേറെ പ്രിയദർശൻ്റെ സിനിമകൾ ചെയ്യായിരുന്നു. അപ്പോൾ അല്ലാതെ നമ്മൾ ഇരുന്ന് ഇങ്ങനൊരു കഥാപാത്രം വരും എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു പാത്രവും വരില്ല. അത് ആ പാത്രം വരണമെങ്കിൽ അതിനൊരു ബ്ലെസ്സിങ് ഉണ്ടാകണം. ഹലോ, ഹായ്, വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന മൂവിയാണ്. നമ്മൾ ഏകദേശം 1 year ആയിട്ട്, ഏകദേശം 1 വർഷത്തിന് മുകളിൽ നമ്മൾ ബാറ്റിലി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. അതിൻ്റെ ഓരോ പ്രോസസ്സിലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. പോസ്റ്റർ ആണെങ്കിലും അതിൻ്റെ ട്രെയിലർ ആണെങ്കിലും ടീസർ ആണെങ്കിലും സോങ് ആണെങ്കിലും. ആൻഡ് ഫൈനലി ഇപ്പോഴാണ് ആ മൂവി തിയേറ്ററിൽ റിലീസാകാൻ പോകുന്നത്. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന മൂവി. അപ്പോൾ എന്താണ് സംഭവം, തീർച്ചയായിട്ടും അതിനെപ്പറ്റി അറിയണം. ആൻഡ് അതിൻ്റെ ഏറ്റവും മെയിൻ, ഈ മൂവി എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും അത് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിനെ പറ്റി പറയുമ്പോൾ ചില ആൾക്കാർ വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുമെന്ന് പറയും. ചില ആൾക്കാർ അടുത്തുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു വാവ് ഫാക്ടർ എന്ന് തോന്നും. അങ്ങനെ ഒരു വ്യക്തിയാണ്. ആരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും ഈസ് ലൈക്ക് സച്ച് എ സ്വീറ്റ് ഹാർട്ട് ആൻഡ് നമ്മളുടെ പ്രൈഡ് എന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം ലാലേട്ട. വെൽക്കം. താങ്ക് യു. ആൻഡ് ഓഫ് കോഴ്സ് ഈ മൂവിയിലെ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇന്ന് 4 പേരും എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഫ്രം യു ആർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാനിഷ്, say hello. Hi. All good? All good. Next important, Shivu sir, welcome. Thank you. Sir ഒക്കെ ആയിട്ട് ഒരുപാട് വർഷത്തെ ബന്ധം ഉണ്ട്, അതിനെപ്പറ്റി കൂടുതലായിട്ട് ചോദിക്കാനുണ്ട്. ആൻഡ് സുജിത്രാസ് കുറെ കാലമായി കണ്ടിട്ട് എല്ലാ സുഖമായിട്ട്. അപ്പോൾ പറയൂ, എന്താണ് സംഭവം? കാരണം നമ്മൾ പല രീതിയിലും പല സ്ഥലത്തിൽ നിന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. എന്നാൽ വാട്ട് ഇസ് ഇറ്റ് ഓൾ അബൌട്ട്? നമ്മളുടെ പ്രേക്ഷകർക്ക് ആദ്യമായിട്ട് ലാലേട്ടൻ പറയുകയാണ്. അപ്പോൾ പറയുക സന്തോഷം. എന്താണ് അറിഞ്ഞത് എന്ന വലിയൊരു കാര്യമാണ്. നമ്മൾ ഒന്നും അറിയിച്ചിട്ടില്ല. കാര്യം ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ സിനിമയുടെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഒരു ടീസർ വരും, അല്ലേ, സോങ് ഇറക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. എല്ലാ സിനിമയ്ക്ക് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളെ. പക്ഷേ ആ കണ്ട കാര്യങ്ങളൊക്കെ സാധാരണ സിനിമയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തത തന്നെയാണ് മലൈക്കോട്ട വാലിബൻ. ഇന്ന ഒരു സമയത്താണ് ഇത് നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ഒരു സ്ഥലത്താണ് നടക്കുന്നതെന്നും പറയാതെ കൂടുതലും ഒരു ഫെയറി ടെയിൽ അല്ലെങ്കിൽ ഒരു നാടോടി കഥ, ഒരു ഫാൻറ്റസി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എലിമെൻറ്റ്സ് കോർത്തിണക്കി. നമ്മുടെ ഈ ഇതിലെ പോസ്റ്റർ ഡിസൈൻ പോലും അങ്ങനെയാണ്, അല്ലേ? ഒരു പ്രത്യേകതയുള്ള കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകൾ, കുറേ ഫോറിനേഴ്സ്, പിന്നെ മലൈക്കോട്ട വാലിബൻ, ആക്ഷൻ, എല്ലാ കാര്യങ്ങളും എല്ലാവരും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ആ പ്രത്യേകതകൾ എല്ലായിടത്തും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ മേക്കിങ്ങിലായാലും അതിൻ്റെ ലൊക്കേഷനിലായാലും അതിൻ്റെ കോസ്റ്റ്യൂം, അതിൻ്റെ പാട്ടുകളിൽ, അതിൻ്റെ ആക്ഷൻ. അപ്പോൾ ഈ സിനിമയിൽ എല്ലാമുള്ള സിനിമയാണ്. ഒരു സാധാരണ സിനിമയ്ക്ക് വേണ്ടത് എന്താണ്? ചില ആൾക്കാർ പറയാം അതിൽ നല്ല പ്രണയരംഗങ്ങളുണ്ടായിരുന്നു, അല്ലേ? പ്രണയം എന്നുള്ള സിനിമകൾ പോലെ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ചിലത് ഭയങ്കര ഫൈറ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൽ നല്ല ഡാൻസ് ഉണ്ടായിരുന്നു, അതിൽ ഭയങ്കര റിവഞ്ച് ഉണ്ടായിരുന്നു, അതിൽ ഭയങ്കര അസൂയ ഉണ്ടായിരുന്നു. അത് അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും കൂടെ ഒരു കൾമിനേഷനാണ് മലൈക്കോട്ട വാലിബൻ. അതിൽ ഭയങ്കര രഹസ്യ സ്വഭാവങ്ങളുണ്ടായിരുന്നു. അത്തരം രഹസ്യങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് മലൈക്കോട്ട വാലിബൻ. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് അത്രേ പറയാൻ പറ്റുള്ളൂ. കാര്യം പിന്നെ ഈ മലൈക്കോട്ട വാലിബൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് എനിക്കും അറിയില്ല. കാര്യം അദ്ദേഹത്തിന് അത്രയും രഹസ്യങ്ങളുള്ള ഒരാളാണ്. മലൈക്കോട്ട വാലിബൻ എന്ന് ചോദിക്കുന്നത് ഞാൻ അഭിനയിക്കുന്ന എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല അയാളെ പറ്റി പറയാൻ. കാര്യം അയാൾക്ക് അയാളുടേതായിട്ടുള്ളൊരു കഥയുണ്ട്. ഇപ്പം നമ്മൾ ആ സോങ്ങിലായാലും അതിൻ്റെ ടീസറിലായാലും അതിൻ്റെ ട്രെയിലറിലായാലും അതിൻ്റെ സൂചനകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു രഹസ്യ സ്വഭാവത്തിൽ ജീവിക്കുന്ന ഒരാളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഒരു മാസ്റ്റർ ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറയാം. എല്ലാ ചേരുവകയും ഉള്ള ഒരു മൂവി എന്ന് തീർച്ചയായിട്ടും പറയാം. ഒരു എൻ്റർടൈനർ എന്ന് പറയാൻ വേണ്ടി
ഈ എൻ്റർടൈനർ എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസപ്പെട്ടാണ് പറയേണ്ടത്. കാര്യം ഒരു നല്ലൊരു എൻ്റർടൈനറാണ് ആ മൂവി എന്ന് പറയണമെങ്കിൽ എല്ലാ ഘടകങ്ങളും ശരിയാകണം. പക്ഷെ നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പം മധു നീലകണ്ഠൻ്റെ ക്യാമറ വർക്ക് എന്ന് പറയുന്നത് അൺബിലീവബിളാണ് ഈ സിനിമയിൽ. നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്തതിൻ്റെ ഒരു ഇതിൽ പറയാണ്. പ്രശാന്ത് അതുപോലെ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മ്യൂസിക്കാണ്. മലൈക്കോട്ട വാലിബിൻ്റെ ഭാഷ, അതിൻ്റെ ട്യൂണുകൾ എല്ലാത്തിനും ഒരു നാടോടി, അതിൻ്റെ ഒരു ജിപ്സി സ്വഭാവമുള്ള സിനിമയാണ്. അപ്പോൾ അത്തരത്തിലാണ് ആ സിനിമയെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു എന്താ പറയേണ്ട, ഒരു അമർ ചിത്രകഥ, അല്ലെങ്കിൽ നമ്മളോട് പണ്ട് നമ്മുടെ അമ്മയോ അമ്മമ്മയോ അല്ലെങ്കിൽ പച്ചിയോ ചിറ്റപ്പനോ ഒക്കെ പറഞ്ഞു തന്ന ചില കഥകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ചില രാക്ഷസന്മാരുടെ കഥ, ചില വലിയൊരാളവിടെ ഉണ്ടായിരുന്നു, അയാൾ ആൾക്കാരെ പിടിച്ച് തിന്നുമായിരുന്നു, അപ്പോൾ അവിടെ ഒരു മല്ലൻ ചെന്നു, അവരെ കൊന്നു, അങ്ങനെയൊക്കെ പറയുന്ന കഥകളിലൂടെ നമുക്ക് അന്ന് ചില വിഷ്വൽസൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരം വിഷ്വൽസുകൾ കാണാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. എല്ലാം അതെ. സർ, തീർച്ചയായിട്ടും ഞങ്ങൾ ചോദിക്കാനുള്ള ഒരു കാര്യം, ഒരുപാട് എത്രയോ വർഷമായിട്ട് ലാലേട്ടനുമായിട്ട് ലാൽ സാറുമായിട്ടുള്ളൊരു ബന്ധമാണ്. അത് ഞങ്ങൾ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഒരു ഫോട്ടോ, നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 30 years മുമ്പുള്ളൊരു ഫോട്ടോ ഇപ്പോൾ പ്രൊഡക്ഷനിൽ ഈ ബാനറിൽ പ്രൊഡ്യൂസും കൂടെ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, ഒരു ചെറിയ ഓൺ ദ കേക്ക് എന്ന് പറയുന്ന ഒരു ഇരട്ടി സന്തോഷമുള്ളൊരു കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും. അതൊക്കെ ജീവിതത്തിൽ പലതും യാദൃശ്യമായി സംഭവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇത് വളരെ യാദൃശ്യമായി എത്തിയ ഒരു റോളാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ 10-40 വർഷമായിട്ടുള്ള ഒരു ബന്ധു. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആദ്യം ലാലിനെ ഭയങ്കരമായി ശ്രദ്ധിച്ചത് ബോയിങ് എന്ന സിനിമയിലാണ്. അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് കാണുന്നുണ്ട്, പക്ഷെ ഒരു വ്യത്യസ്ത. അത് കഴിഞ്ഞ് രാജാവിന്റെ മകൻ എന്ന സിനിമ ഇറങ്ങിയതോടാണ് ഞാൻ പഠിച്ചിറങ്ങുന്ന സമയത്താണ് 86 ഞാനൊരു ആരാധകനായി. അതിനുശേഷം ഈ യാത്രയിൽ ഞങ്ങളുടെ എല്ലാവരും ജ്യേഷ്ഠ സഹോദരൻ തുല്യനായ കാലിക്കറ്റിലുള്ള ബാബു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ടു. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പരിചയം എനിക്കൊരു അഭിമാനമായി തന്നെ ഇന്ന് വരെ കൊണ്ടുകിടക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു യാത്ര അത് കുറേ പേഴ്സണൽ സ്പേസസ് ഉണ്ടായിരുന്നു, പുറത്ത് പറയാൻ. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് എൻ്റെ ഒരു ഡിഫിക്കൽട്ട് ഘട്ടം എന്ന് പറഞ്ഞാൽ, ഞാൻ പരസ്യമായി പറഞ്ഞ പോലെ ഞാൻ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ, ഒരു ഓക്കുപ്പൈഡായിട്ട് ഇരിക്കണം, അന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യായിരുന്ന ഘട്ടത്തിൽ ഞാനതൊന്ന് ലാലിനടുത്ത് റിവീൽ ചെയ്തു. ലാൽ ഒരു പടം ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് സംഭവിച്ചു. അത് ഗംഭീരമാവട്ടെ. അടിപൊളിയായിട്ടിരിക്കുന്നു. കേരള അടിപൊളിയാവുണ്ട്. ഇപ്പോ 1 year ನಾನು frequent flyer ആയി. You're very comfortable here. Very comfortable. Yeah. I know Sona, I know bunch of places. MG Road you can leave me. I'm very happy. I'll go to Crown. I'll do all of it. Don't worry. If you check your Instagram profile, you have more than 1.4 million viewers, followers, and also you do a lot of reels and everything in Instagram. അതും പല ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ആൻഡ് മൂവി ഓൾസോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രാ ഇപ്പോൾ യുവർ ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ യുവർ ഫോളോവേഴ്സ് ഒക്കെ ഈ മൂവിയെ പറ്റി ഒരുപാട് ചോദിക്കുന്നില്ലേ? They might be asking you about this movie. They might be excited what is actually coming. So adinakku what you say? I mean, look, everybody is obviously very excited just for the fact that, especially when you talk about the internet and the community that you build there. Like you have a YouTube channel. The guys who follow you are not just followers, but they're invested in your career. And especially for people who've known me, I started doing radio about 15 years ago, and this is my 16th year working. So for them to see me here in a film with the great Mr. Mohanlal, in a film being directed by Mr. Rijo Jose Pellicerri, they're all very happy for me, and they're all very excited about the film. And just like every person out there, they all can't wait to watch the film in the cinema halls. Super excited. It is, I mean, even us, even we are all very excited to watch the film. സുജി, ശരിക്കും എനിക്ക് തോന്നുന്നു ഒരുപാട് മേഖലകളിൽ ഉള്ള ഒരു വ്യക്തിയും തരും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 5 years ബാക്ക് ഒക്കെ നോക്കുവാണെങ്കിൽ സീരിയൽ ആങ്കറിങ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ഈ ഒരു മൂവി ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു ആ ഒരു ഫീലിംഗ്, ലൈക്ക് ഹൗ യു ഫീലിംഗ് തീർച്ചയായും. അതിന്റെ ഇടയ്ക്ക് റിയാലിറ്റി ഷോയിലാണെങ്കിലും സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. സോ അപ്പൊ ഇതൊക്കെ ലൈക്ക് ഹൗ യു ഫീലിംഗ് റൈറ്റ് നൗ? ഇപ്പോൾ വേറെ എവിടെയോ കൊണ്ടെത്തിച്ചു ദൈവം. ശരിക്കും ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ന്യൂ കമ്മർ അത് മൂവിയിലെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഇത്രയും വലിയൊരു പ്രോജക്റ്റിലെ ഒരു ഭാഗം, അതെല്ലാം ഒരു ഈശ്വരാനുഗ്രഹമായിട്ട് കരുതുന്നു. ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, ലാലേട്ടൻ്റെ കൂടെ കുറച്ച് സീൻസിൽ അഭിനയിക്കാൻ പറ്റി, വലിയ ഭാഗ്യമായിട്ട് കാണുന്നു.
ഇതിൽ ഇപ്പോൾ സോങ്ങിലാണെങ്കിലും ടീച്ചറിലാണെങ്കിലും ഒക്കെ കാണാം അതെ, അതെ. അപ്പോൾ ഇതിലൊരു ടോട്ടലി ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറൈസ് നോക്കുമ്പോൾ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ? ഞാൻ ഇപ്പോഴും ഒരു ഡ്രീം വേൾഡിൽ തന്നെ നിൽക്കുകയാണ്. ഞാൻ അങ്ങനെ തന്നെ നിൽക്കട്ടെ, അത് സ്വപ്നം തന്നെയാ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി 25-ാം തീയതി മൂവി, അതുവരെ നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലാലേട്ടൻ ശരിക്കും ലാലേട്ടൻ്റെ ഫൈറ്റിനെ പറ്റി പറയുമ്പോൾ സിനിമയിലുള്ള ഫൈറ്റിംഗ് സീൻസിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഉള്ളൊരു കാര്യമാണ്, ലാലേട്ടൻ ഫൈറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആക്ടേഴ്സ് ചെയ്യുന്നതിലും കംപ്ലീറ്റ്ലി ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് ഭയങ്കരധികം നമുക്ക് ചിലർ ചെയ്യുമ്പോൾ അതിൻ്റെ അളവ് ഡിഫറൻസ് ആയിരിക്കുമല്ലോ, ആ ഒരു നമ്മളുടെ ആ ഒരു വിശ്വസിക്കുന്ന എലമെൻറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുലിമുരുകനിലെ ആ റോപ്പിൻ്റെ സീൻ കറങ്ങുന്നത് എനിക്കൊന്ന് ഈവൻ മമ്മൂക്ക വരെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ലാൽ സാറിനോട് ലാലേട്ടനോട് സൂക്ഷിക്കണേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രചോദനം ലൈക്ക് ആ ഒരു കൺസിസ്റ്റൻസി നമ്മൾ ഈഗർലി വെയിറ്റിംഗ് ആണ് അങ്ങനെ ഒരു പടങ്ങളിലൊക്കെ കാണുമ്പോൾ. അപ്പോൾ ആ ഫൈറ്റിംഗ് സീൻസിനെ പറ്റി ഒന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ ഈ സിനിമ ഒരു ഫാൻറ്റസി ഫിലിം എന്ന് പറഞ്ഞ പോലെ, ഒരു ഫോക്ക് സിനിമ പറഞ്ഞ പോലെ ഇതിലെ ഫൈറ്റ്സും പ്രത്യേകതകളുള്ള. അപ്പോൾ അത് ചെയ്തിരിക്കുന്നത് പിന്നെ വിക്രം മൂറ എന്ന് പറയുന്ന ഒരു മാസ്റ്ററാണ്. അദ്ദേഹം കന്നഡ സിനിമയിലാണ്, KGF അങ്ങനെ വലിയ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം അതിനെ നന്നായിട്ട് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അത് ആ സിനിമ കാണുമ്പോഴേ മനസ്സിലാവും. ഇയാളൊരു യോദ്ധാവായിട്ടാണ് സിനിമയിൽ. അപ്പം ആ യോദ്ധാവിനെ യുദ്ധം ചെയ്യണമെങ്കിൽ എല്ലാം അറിഞ്ഞിരിക്കണം. അതെങ്ങനെയാണ്, അപ്പോൾ ഒരുപാട് കഴിവുകളുള്ള ഒരാളായിരിക്കാം. അപ്പോൾ അത് നമ്മുടെ ഇന്നലത്തെ ആ പാട്ട് പാടിയതിലും നിങ്ങളുണ്ടായിരുന്നോന്ന് എനിക്കറിയില്ല, ആ പാട്ടുകളിലും കാര്യങ്ങളിലൊക്കെ ഈ പണ്ടത്തെ ഈ വടക്കൻ പാട്ടിൽ പാണൻ പാടി നടക്കുന്ന പോലെയുള്ള ചില ഹിൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് സിനിമയിലെ ഫൈറ്റ് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇൻ്റർ കോളേജ് ചാമ്പ്യനായിരുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ് ചാമ്പ്യനൊക്കെ ആയിരുന്നു റെസ്ലിംഗ്. ആ സമയത്താണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. ആ സിനിമയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഞാൻ ഒരുപാട് ഫൈറ്റുകൾ, ഇപ്പോൾ ജയൻ എന്ന് പറയുന്ന ആക്ടറുടെ കൂടെയൊക്കെ ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട് ഫൈറ്റ്. അപ്പോൾ അതിനൊക്കെ എനിക്ക് ഏറ്റവും നന്നായിട്ട് എന്നെ അതിന് ഹെൽപ്പ് ചെയ്ത ത്യാഗരാജൻ മാസ്റ്റർ എന്നൊരു ഫൈറ്റ് മാസ്റ്ററാണ്. ഞാൻ അദ്ദേഹമായിട്ട് ഏതാണ്ട് ഒരു 10-200 സിനിമയെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആ സിനിമ വന്നപ്പോൾ എന്നെ അതിൻ്റെ ഒരു ഭാഗമാക്കി അവർ മാറ്റിയെടുത്തു. അവരുടെ കൂടെ സഞ്ചരിക്കാനും അറിഞ്ഞോ അറിയാതെ ഒരു ഗുരു എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സ് ഗുരു എന്നായിട്ട് വേണമെങ്കിൽ വിചാരിക്കാവുന്ന ഒരാളാണ് ത്യാഗരാജൻ മാസ്റ്റർ. അപ്പോൾ ആ സിനിമകളിൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് നമുക്കതിലൊക്കെ ഉള്ളൊരു താല്പര്യം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. പിന്നെ അതിൻ്റെ ഒരു ഗുരുത്വം എനിക്കുണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊരു മേക്ക് ബിലീഫാണല്ലേ. അതെ. അപ്പോൾ അതിനെ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കൂടെയുള്ള ആൾക്കാരും കൂടെ സഹകരിക്കുമ്പോഴാണ് ഫൈറ്റ്സ് നന്നാകുന്നത്. അപ്പോൾ ഈ സിനിമയിലൊക്കെ അത്തരത്തിലുള്ള ആൾക്കാരെയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ സിനിമയിലെ ഫൈറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫൈറ്റുകളാണ്. നമുക്കൊരു പക്ഷേ അയ്യോ ഇത് കുറഞ്ഞു പോയല്ലോ എന്ന് തോന്നാവുന്ന രീതിയിലുള്ള ഫൈറ്റുകളാണ്. അപ്പോൾ ഇപ്പോൾ മലൈക്കോട്ടെ ബാലിബൻ ഒരു ഫൈറ്റ് മാത്രമുള്ള സിനിമയാണെന്ന് ചോദിച്ചാൽ അല്ല, ഫൈറ്റുമുണ്ട് എന്നാണ് പറയുന്നത്. 1977 ഒരു പത്രത്തിൻ്റെ കട്ട് ഇപ്പോഴും പലയിടത്തും ഉണ്ട്. ലാൽ സാറിൻ്റെ ആ ഒരു റെസ്ലിംഗ് ചാമ്പ്യൻ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു കട്ട്, അത് ഞങ്ങൾ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അതെ ഇത് സ്റ്റേറ്റ് റെസ്ലിംഗ് ചാമ്പ്യൻ മോഹൻലാൽ 1977 to 78. സോ എനിക്ക് ഈ ഒരു മൂവിയുമായിട്ട് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് ചെയ്ത ടൈമിൽ ഈ ഒരു മെമ്മറി ലാലേട്ടന്. അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം പിന്നെ അതിൻ്റെ ഒരു ഗുരുത്വമൊക്കെയാണല്ലോ അദ്ദേഹം നമ്മൾ ചെയ്തിരിക്കുന്ന ആ സമയത്ത്. ഇതിലെന്തായാലും ഒരു ബ്ലെസ്സിങ് വേണം അല്ലേ. പിന്നെ ഇതൊരു ഒരു കൊറിയോഗ്രാഫ്ഡ് കാര്യമാണ്, ഇതൊരു ഡാൻസ് പോലെയൊക്കെയാണ്. സിനിമയിലെ ഫൈറ്റ് എന്ന് പറയുന്നത് ദേഹത്ത് തൊടാതെ കൊണ്ടുവന്ന് തോന്നിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആളും അത്രയും നല്ല മിടുക്കനാണെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത്ര ശക്തമായിട്ട് ആൾക്കാർക്ക് തോന്നണമെങ്കിൽ അയാളും. അതുകൊണ്ടാണ് ഈ സിനിമയിൽ ഒരാൾ, ഇപ്പോൾ മോഡേൺ സിനിമയിൽ ഒരാൾ ഇടിച്ചു കഴിഞ്ഞാൽ അയാൾ പറന്നു പോയി കാറിൻ്റെ മുകളിൽ വീണത് പൊട്ടി. റിയൽ ലൈഫിൽ അത് പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ചൊരു നമുക്ക് ഈ സിനിമയിൽ അതിൽ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ പറ്റുന്ന ഒരാളാണ്. അയാൾക്ക് വേണമെങ്കിൽ ആകാശത്തൂടെ പറക്കാം, അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പിന്നെ താഴെ കൂടെ സഞ്ചരിക്കാം എന്നൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു സിനിമയാണ്. അപ്പോൾ ആ റെസ്ലിങ് എന്നൊക്കെ പറയുന്നത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഗുരുത്വമുണ്ടായി എന്നുള്ളതാണ്. പിന്നെ ഇതെല്ലാം എന്താ പറയുന്ന ഒരു ബ്ലെസ്സിങ് ഓഫ് എ ഗുരു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പം ത്യാഗരാജൻ മാസ്റ്റർ എന്ന് പറയുന്നത് എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ശക്തിയാണ് ഇപ്പോഴും.
ആ ഒരു blessing എപ്പോഴും ലാലേട്ടൻ- ഇപ്പോൾ നമ്മൾ ഏത് ആക്ഷൻ സീൻ തുടങ്ങുന്ന മുമ്പും ഞാൻ അദ്ദേഹത്തെ മനസ്സിലാലോചിച്ചിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. ഇപ്പോൾ അദ്ദേഹം അല്ലെങ്കിലും ആ മാസ്റ്റർ അല്ലെങ്കിലും ഞാൻ വളരെ പ്രായമായി. ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഒരുമിച്ചത് മരക്കാർ എന്നുള്ള സിനിമയിലാണ്. പക്ഷേ ഏത് സിനിമയായാലും ആ ഒരു ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ ഓർത്തിട്ട് ഞാൻ സിനിമ ചെയ്യാറുള്ളൂ. നമുക്കറിയാം ധൈര്യമായിട്ട് ചെയ്യടാ എന്ന് പറയുന്ന ഒരു വിഷ്വൽ നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യും. അത് വിഷ്വലാണോ അദ്ദേഹം പറയുന്നതാണോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഒരു ബ്ലെസ്സിങ്ങോട് കൂടിയേ ഞാൻ തുടങ്ങാറുള്ളൂ. ഇപ്പൊ ദാനേഷ് ആക്ച്വലി ജയ്സൽമീറിലല്ലായിരുന്നു, ഷൂട്ട് വാസ് അറ്റ് ജയ്സൽമീർ. ജയ്സൽമീറിലുണ്ടായിരുന്നു. പിന്നെ ചിഞ്ചി ഫൂട്ട് എന്ന് പറയുന്ന പോണ്ടിച്ചേരി. സുചിത്രയുടെ ഏറ്റവും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ഈ ഒരു ലൊക്കേഷനിൽ നോക്കുകയാണെങ്കിൽ അതായിരിക്കാം ഒരു പെർട്ടിക്കുലർ ടേക്ക് ആയിരിക്കും, പെർട്ടിക്കുലർ ഒരു സീൻ ആയിരിക്കാം, വാട്ടെവർ. സീൻ എന്താന്ന് പറയാൻ പറ്റില്ല. ഞാനും ലാലേട്ടനുമായിട്ടുള്ളൊരു സീൻ അതിനകത്തുണ്ട്, ഒരു പോണ്ടിൻ്റെ ഒക്കെ അടുത്തുള്ള. അത് തന്നെയാണ് ഏറ്റവും മെമ്മറബിൾ. നിങ്ങൾക്ക് മൂവി കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര രസമാണ് ആ ഒരു സീക്വൻസ്, ആ ഒരു ലൈറ്റ്. അപ്പം മധുചേട്ടൻ അത് ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. അത് ഭയങ്കര രസമായിട്ട് അത് ഇത് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ചെയ്യാൻ പറ്റി. അത് തന്നെയാണ് ഏറ്റവും മെമ്മറി. അതുപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ഒരു ഫൈറ്റ് സ്റ്റോം ക്യാരക്ടർ എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും കണ്ടത് വെച്ചിട്ട്. അപ്പോൾ ഫിസിക്കലി വളരെ നല്ല രീതിയിലുള്ള എഫേർട്ട് തീർച്ചയായിട്ടും ഇതിന് വേണ്ടിയിരുന്നായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ഫിസിക്കലി വർക്ക് ആണെങ്കിലും വർക്കൗട്ട് ആണെങ്കിലും അപ്പോൾ നമ്മൾ കാണുന്ന ടൈമിലാണെങ്കിലും അത് അതിൻ്റെ ഒരു എഫേർട്ട് തീർച്ചയായിട്ടും നമ്മൾ കാണുന്നുണ്ട് ഓൺ സ്ക്രീൻ. സോ ആ ഒരു ഇതിലൂടെ പോയപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എങ്ങനെയായിരുന്നു? അതല്ലേ യോദ്ധാവാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഞാൻ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. എനിക്ക് ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ കുറേ നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് അങ്ങനെ ചെയ്തത് മലയക്കോട്ടെ വാലിബനെ ഒരുപാട് സഹായിച്ചു. മലയക്കോട്ടെ വാലിബൻ വരുന്നു എന്ന് പറഞ്ഞ് എക്സസൈസ് ചെയ്ത ആളല്ലേ. നമുക്കൊരു സമയം കഴിഞ്ഞപ്പോൾ എക്സസൈസ് വേണമെന്ന് പറയുകയും നമ്മുടെ ഒരു ടോട്ടൽ ഒരു റീവാമ്പിങ് എന്ന് പറയില്ലേ, അതാണ് ചെയ്തിരിക്കുന്നത്. അത് ആ സിനിമ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. മലയക്കോട്ടെ വാലിബൻ ഭയങ്കര മിടുക്കനായ ഒരു യോദ്ധാവാണെന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല. അങ്ങനെ തോന്നിപ്പിക്കുന്നതാണല്ലോ നമുക്കൊരു ഒരു തോന്നാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അപ്പോൾ അത്തരത്തിൽ രൂപമാറ്റം അതിനെ സഹായിച്ചു എന്ന് വേണം പറയാൻ. അതൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നു. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, ചില സിനിമകൾ എല്ലാ സിനിമകളും ഉണ്ടാകുകയാണ്, ചില സിനിമകൾ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ട ഒരു സിനിമയാണ് മലയക്കോട്ടെ വാലിബൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിശ്വാസമല്ലേ നിങ്ങളുടെ എല്ലാം. ശരിക്കും പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ ഷിബു സാർ ഈ ഒരു റിലീസിൻ്റെ ടൈം ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇത്രയും കാലത്ത് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പും എല്ലാം കൂടെ നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. എക്സൈറ്റഡ് യെസ്, ആൻസൈറ്റി ഇല്ല. ഓക്കെ, എൻ്റെ ഒരു മൈ ടോട്ടൽ കോൺഫിഡൻസ് ലാൽ ആസ് എ ഫ്രണ്ട് എൻ്റെ കൂടെ ലിജോയുടെ വന്നോട് അത് വെച്ച് ഐ എം എക്സൈറ്റഡ്. ബിക്കോസ് ആ ഇതൊരു ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇതിൻ്റെ പ്രേക്ഷകർ ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒന്നായി മാറും. അത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, എൻ്റെ ജയപരാജയവും സാമ്പത്തികമല്ലല്ലോ, അങ്ങനെ ഒരു ഇതിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതോർത്ത് ഉള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അതങ്ങനെ തന്നെ ആവട്ടെ. ലാൽ സാർ, ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. റീസെൻ്റ്ലി കണ്ട നേരിനെ പറ്റി ജസ്റ്റ് അതിൻ്റെ വേറൊന്നുമല്ല, നമ്മൾ ആക്ച്വലി എല്ലാ ആൾക്കാരും ലാലേട്ടനെ പറ്റി ആഗ്രഹിക്കുന്നത് ഒരു മാസ് അല്ലെങ്കിൽ ഫൈറ്റ്, ഈ പറയുന്ന എല്ലാ ഘടകങ്ങളും അതൊന്നുമില്ലാതെ എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് നേരിൽ സാർ ലാലേട്ടൻ ചെയ്തത്. എൻറ്റയർലി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഉൾട്ട ക്യാരക്ടറാണ്. അത് ചെയ്തിട്ടും ആ മാസ് ക്യാരക്ടർ ചെയ്യുന്ന അതേ രീതിയിലും അതിൽ ഒരുപടി മേലെ വന്നെങ്കിലേ ഉള്ളൂ രീതിയിലുള്ള അപ്രീസിയേഷനും ആൾക്കാർ സാറിനെ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അത് നമ്മൾ പണ്ട് ചെയ്ത സിനിമകളുടെ ഒരു എന്താണ് സ്പിൽ ഓവറായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഒരുപക്ഷെ അന്ന് തമ്പി കണ്ണന്താനം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഭരതേട്ടൻ്റെ സിനിമ ചെയ്യുമായിരുന്നു. ആ കാലങ്ങളിൽ ഞാൻ പത്മരാജൻ്റെ സിനിമ ചെയ്യുമ്പോൾ ഞാൻ ശശികുമാർ സാറിൻ്റെ സിനിമ ചെയ്യുമായിരുന്നു അല്ലേ. അരവിന്ദേട്ടൻ്റെ പടങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ വേറെ പ്രിയദർശൻ്റെ സിനിമകൾ ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഡയറക്ടേഴ്സും കാര്യങ്ങളും കഥകളും ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടാണ് എന്നെ ഇതിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ചില സിനിമകളെല്ലാം സക്സസ്ഫുള്ളായി മാറണമെന്നില്ലല്ലോ. പിന്നെ എന്നെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഏത് ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കഥാപാത്രങ്ങൾ കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അല്ലാതെ നമ്മൾ ഇങ്ങനൊരു കഥാപാത്രം വരും എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു പാത്രവും വരില്ല. അത് ആ പാത്രം വരണമെങ്കിൽ അതിനൊരു ബ്ലെസ്സിങ് ഉണ്ടാകണം. അത്തരത്തിൽ ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. കാര്യം
നമ്മുടെ സംവിധായകർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കൊളീഗ്സ് എല്ലാവരും ചേർന്നാണല്ലോ ഞാൻ ഉണ്ടാകുന്നത്. ഇപ്പം മലയക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി നിന്നിട്ട് കാര്യമില്ലല്ലോ. അത് വലിയ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ വരുമ്പോഴാണല്ലോ മലയക്കോട്ടെ വാലിബൻ അങ്ങനെ മുകളിലോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ബ്ലെസ് ചെയ്ത ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ഗംഭീര മൂവിയായി മാറട്ടെ. ഞങ്ങളുടെ എക്സൈറ്റ്മെന്റ് അതേ രീതിയിൽ തിയേറ്ററിൽ ഞങ്ങൾ കാണാൻ പറ്റട്ടെ. Okay. ഫസ്റ്റ് ഡേ കണ്ടിട്ട് താങ്ക് യു സോ മച്ച്.